الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ഖുതുബകളിലായി നരകത്തിന്റെ ഭയാനകതകളാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. ഒന്നുകൂടെ ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വിഷയം സംസാരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ, അള്ളാഹുവിനെ ഇഷ്ടം വെച്ച് മനുഷ്യർക്ക് നന്നാവാം. അതിന് സാധ്യമാവില്ലെങ്കിൽ സ്വർഗത്തിനെ മോഹിച്ച് മനുഷ്യർക്ക് നന്നാവാം. അതുകൊണ്ട് നന്നാവുന്നില്ലെങ്കിൽ നരകത്തെ ഭയപ്പെട്ടിട്ട് നമുക്ക് നന്നാവാം. അതുകൊണ്ടും ഒരു മനുഷ്യൻ നന്നാവുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, നീ മനസ്സിലാക്കണം, നീ നരകത്തിനായി പടക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ അറിയേണ്ടത് നരകത്തിന് വാതിലുകളുണ്ട്, അതിന് തട്ടുകളുണ്ട്. നാം ചെയ്യുന്ന തെറ്റിനനുസരിച്ച്, വിശ്വാസത്തിന്റെ മലിനീകരണത്തിനനുസരിച്ചിട്ടാണ് അതിന്റെ കമാനങ്ങളിലും തട്ടുകളിലും പ്രവേശിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിന്റെ 71-ാമത്തെ ആയത്തിലെ അല്ലാഹു പറയുന്നുണ്ട്, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ. സംഘമായി കാഫിരീങ്ങളെ നരകത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ, അവർ ആ നരകത്തിന്റെ അടുക്കൽ വരുമ്പോൾ അതിന്റെ വാതിലുകൾ, കമാനങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു തആല സൂറത്ത് ഹിജ്റിലെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ലഹാ സബഅതു അബ്വാബ്, ആ നരകത്തിന്റെ 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, ഓരോ കമാനങ്ങളിലൂടെ കടന്നു വരുന്നത് അതിന് വിഹിതം നൽകപ്പെട്ട അർഹതപ്പെട്ട ആളുകളായിരിക്കുമെന്ന്
അല്ലാഹു തആല പറയുന്നുണ്ട്. അഥവാ നരകത്തിന്റെ ഓരോ തട്ടുകൾക്കും ഓരോ വാതിലുകളാണ് എന്നുള്ള രീതിയിൽ അതിന്റെ വിശദീകരണങ്ങളെ കാണാം. അതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 145-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലൂടെ കഴിയുന്നവർ മുനാഫിഖീങ്ങളായ ആളുകളാണ്, കപടവിശ്വാസികളായ ആളുകളാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് സൂറത്തു ആഫറിലെ 46-ാമത്തെ ആയത്തിൽ, ഉദ്ഖുലു ആല ഫിർഔന അശദ്ദൽ അദാബ്. ആ നരകത്തിന്റെ ഏറ്റവും കഠിനമായ ശിക്ഷയിലാണ് ഫിർഔനിന്റെ കുടുംബത്തിനെ പ്രവേശിപ്പിക്കേണ്ടത് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ആ നരകത്തിന്റെ തട്ടുകൾ, അതിന്റെ വാതിലുകൾ, അതിന്റെ കമാനങ്ങൾ. പക്ഷെ ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രിയമുള്ളവരെ, ഉലമാക്കൾ പല രീതിയിലൂടെ അതിനെ വിശദീകരിച്ച് നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന് പറയുന്നുണ്ട്, അവരുടെ വിശ്വാസത്തിന്റെ കണക്കനുസരിച്ചിട്ടാണ് നരകത്തിന്റെ കമാനങ്ങളിലൂടെ പ്രവേശിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന ആളുകൾ പറഞ്ഞു, അതിന്റെ ഒന്നാമത്തെ കമാനം എന്ന് പറയുന്നത് തൗഹീദുള്ള ആളുകൾക്കാണെന്നാണ്. നരകത്തിന്റെ ആദ്യത്തെ തട്ടിൽ കഴിയേണ്ടി വരുന്നവർ തൗഹീദുള്ള ആളുകൾ. തൗഹീദുള്ളവർ നരകത്തിൽ പ്രവേശിക്കുമോ? അവന്റെ വിശ്വാസം കറക്റ്റാണ്, അവന്റെ തൗഹീദ് കറക്റ്റാണ്. പക്ഷെ അവന്റെ ജീവിതത്തിലൂടെ മറ്റു പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ തട്ടിലുള്ള ആളുകൾ തൗഹീദുള്ള ആളുകളായിരിക്കുമെന്നുള്ളതാണ്. പിന്നീട് രണ്ടാമത്തെ തട്ടിൽ യഹൂദികളാണ്, നസ്രാണികളാണ്, സാബികളായ ആളുകളാണ്. ആരാ സാബികൾ എന്ന വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിൽ നമ്മളിവിടെ പഠിച്ച ആളുകളാണ്. സാബികൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ, നക്ഷത്രങ്ങളെയൊക്കെ ആരാധിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മജൂസികളായ ആളുകൾ, മുശ്രിക്കീങ്ങളായ ആളുകൾ, അതുപോലെ മുനാഫിക്കീങ്ങളായ ആളുകൾ. ഇങ്ങനെ 7 തട്ടുകളിലൂടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. മഹാനായ ഇബ്നു ജുറൈജ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, നരകത്തിന്റെ 7 കമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അസ്മാഉത് തബഖാത്ത്, നരകത്തിന്റെ ഘട്ടങ്ങളുടെ പേരുകളാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ പേരുകളെ ഉദ്ദേശിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ജഹന്നം, ലള, ഹുതമ, സഖർ, ജഹീം, ഹാവിയ, സഈർ. ഇങ്ങനെ നരകത്തിന്റെ 7 പേരുകളാണ്, 7 കവാടങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞിട്ടുള്ള പേരുകൾ അതിന്റെ 7 കമാനങ്ങൾക്ക് പോലും ബാധകമാകുന്ന സ്വഭാവത്തിന്റെ പേരുകളാണ്, അല്ല പറഞ്ഞിട്ടുള്ള പേരുകൾ എന്നുള്ളതാണ്. അഥവാ ജഹന്നം എന്ന് പറഞ്ഞാൽ ആ നരകത്തിന്റെ ആഴമാണ് അതിലൂടെ കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ആഴമേറിയ നരകം എന്നുള്ളതിന് ജഹന്നം എന്ന് പറയുന്ന പ്രയോഗം കാണാം. അതുപോലെ തന്നെ ലള എന്ന് പറഞ്ഞാൽ ലഹബുല്ല ദുഖാനല, ഒരിക്കലും പുകകളില്ലാത്ത രൂപത്തിലൂടെ ജ്വലിച്ചു കത്തുന്ന നരകത്തിലാണ്. പ്രിയമുള്ളവരെ, അള്ളാന്റെ ഖുർആൻ അതിനെ ഉപയോഗിച്ച പദം പോലും കല്ലാ ഇന്നഹാ ലള നസാഅതൻ ലിശ്ശവ, അവരുടെ തലയോട്ടികളെ ഉരുക്കിക്കളയുന്ന രീതികളിലൂടെ. ഷവ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്, ഷവായ് ഉപയോഗിക്കുന്ന പദമാണ്. അതിനെ കത്തിക്കുന്നിടത്ത് പുകകളെ നമ്മൾ കാണില്ല. ജ്വാലയില്ലാതെ കരിച്ചു കളയുന്ന തീക്കാണ് ലള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹുത്മ എന്ന് പറഞ്ഞാൽ അതിലേക്ക്, ആ നരകത്തിലേക്ക് എറിയുമ്പോൾ കരിച്ചു കളയുന്നത്, കഷ്ടമാക്കി അതിന്റെ തീയിനാൽ കരിച്ചു കളയുന്നത് കൊണ്ടാണ് ഹുത്മ എന്ന പേര് പറഞ്ഞപ്പെട്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഈർ എന്ന് പറയുന്നത് ഒരിക്കലും മടങ്ങാതെ നിരന്തരമായി കത്തിക്കപ്പെടുന്നത് കൊണ്ടാണ് അതിനെ സഈർ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് സഖർ എന്നാണ്, ലിശദ്ദതി ഹർരിഹ, അതിന്റെ ചൂടിന്റെ കാഠിന്യമാണ് അതിന് സഖർ എന്ന് പറയുന്നത്. ലാ തുബ്ഖി വലാ തദർ എന്നല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, പൊടിപൊടിയായി കരിച്ചു കളയാൻ മാത്രം പവറുള്ള ചൂടാണ്, അതൊരിക്കലും അടങ്ങുന്നില്ല. മറ്റൊന്ന് പറയുന്നത് ഹമീമാണ്, ഷദീദുൽ ഹർർ, കഠിനമായ ചൂടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് ഹാവിയ, അതുപോലെ ജഹീം, അതും കഠിനമായ ചൂടാണ്. മറ്റൊന്ന് ഹാവിയ എന്ന് പറയുന്നത് ഒരു തട്ടിൽ നിന്നും അടുത്ത തട്ടുകളിലേക്ക്, മുകളിൽ നിന്ന് താഴേക്ക് എറിയപ്പെടുന്ന രീതികളിലൂടെ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക്, തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് ഇങ്ങനെ മാറ്റപ്പെടുന്ന ശിക്ഷകളാണ്. ഇത് മുഴുവനും അടങ്ങുന്നത് നരകത്തിന്റെ മുഴുവൻ വാതിലുകൾക്കുമുള്ള സ്വഭാവമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രബലവും ശരിയുമായ അഭിപ്രായം എന്നുള്ളതാണ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, ആ നരകത്തിന് കാവൽക്കാരുണ്ട്, അതിന്റെ കമാനങ്ങളുണ്ട്, അതിന്റെ തട്ടുകളുണ്ടെങ്കിൽ വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് അതിന് കമാനങ്ങളുണ്ട്. ആ കമാനങ്ങളിൽ കാവൽക്കാരായ റബ്ബിന്റെ മലായിക്കത്തുകളുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ കാവൽക്കാരായി നരകത്തിനുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന്റെ കൂടെ
കല്ലിനെ വിറകായി കത്തിക്കുമെന്നും അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനെ, നിങ്ങളുടെ ശരീരത്തിനെ നരകത്തിൽ നിന്ന് കാക്കണമെന്ന് പറഞ്ഞിട്ട് സൂറത്ത് തഹ്രീമിലൂടെ അല്ലാഹ് പറയാണ്, അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദ്, നല്ല കഠിനന്മാരായ പരുക്കന്മാരായ മലായിക്കത്തുകളുണ്ട് അള്ളാന്റെ നരകത്തിനെന്നുള്ളതാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അള്ളാഹു അവരോട് എന്തൊന്നിനെ കൽപ്പിക്കുന്നുവോ അതിനോട് അള്ളാന്റെ മലായിക്കത്തുകൾ എതിര് പറയുന്നവരല്ല. വയഫ്അലൂന മാ യുഅമറൂൻ, അള്ളാഹു കൽപ്പിച്ചതിന് അതുപോലെ പ്രവർത്തിക്കുന്നവരാണ്. കഠിനന്മാരാണ്, പരുക്കന്മാരാണ്. ഈ പ്രയോഗത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? എല്ലാവിധ സങ്കടങ്ങളും നിലവിളികളും അട്ടഹാസങ്ങളും ഉയരുന്ന ഇടമാണ് നരകമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞില്ലേ, ആ നരകത്തിന്റെ ചൂടിങ്ങനെ താങ്ങുമ്പോ അവര് പേര് പോലും വിളിച്ചു പറയും. അവിടുന്ന് മാലിക് എന്ന് പറയുന്ന മലക്കേ, ഞങ്ങളുടെ റൂഹിനെ ഒന്ന് പിടിപ്പിക്കുമോ, ഒരു മരണം തരുമോ എന്ന് നരകത്തിൽ നിന്ന് കരയും. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കും. ഞങ്ങളെ ഒന്ന് പുറത്തേക്കെടുക്കുമോ എന്ന് ചോദിക്കും. ഒരു തുള്ളി വെള്ളമെങ്ങാനും ഞങ്ങൾക്കൊന്ന് ചൊരിഞ്ഞു തരുമോ എന്ന് അവർ കരഞ്ഞ് കേണപേക്ഷിച്ച് പറയും. പക്ഷെ ആ സങ്കടങ്ങളുടെ വിലാപങ്ങളെ കേൾക്കുമ്പോ ഒരിക്കൽ പോലും മനസ്സലിവുണ്ടാകാത്ത ആളുകളാണ്. ഖിലാലുൻ ശിദാദ്, കഠിനന്മാരാണ്, പരുക്കന്മാരാണ് അതിന്റെ പാറാവുകാര്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ ഖുർആനുൽ അലീമിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, തിബാഉഹും അലീല, അവരുടെ പ്രകൃതം തന്നെ പരുക്കമാണ്. നുസിഅത് മിൻ ഖുലൂബിഹിം റഹ്മ, അവരുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യമെന്നുള്ളത് അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ട്. ആ മലായിക്കത്തുകളുടെ കാരുണ്യത്തെ അല്ലാഹു തആല എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ആ പാറാവുകാരെ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അവരെ ഹസനതുഹ എന്നൊരു പ്രയോഗം ഉപയോഗിച്ചു. അതാണ് സൂറത്ത് മുൽക്കിലൂടെ കാണാ, വഖാല ലഹും ഹസനതുഹ അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലേ എന്ന് പാറാവുകാർ അവരോട് ചോദിക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നിസ്സാരന്മാരെന്ന് പറയാൻ കഴിയില്ല. അള്ളാന്റെ ഖുർആൻ ഒരായത്ത് പറഞ്ഞു സൂറത്ത് മുദ്ദസിർ, അലൈഹാ 19, ആ നരകത്തിന് 19 പാറാവുകാരുണ്ടെന്ന് അല്ലാഹ് പറഞ്ഞപ്പോ 19 പാറാവുകാരുണ്ടെന്ന് പറഞ്ഞപ്പോ വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായിക, പാറാവുകാരായി നിശ്ചയിച്ചവരെ മലക്കുകളല്ലാതെ മറ്റാരുമല്ല, അവര് മലക്കുകളാണ്. എന്നിട്ട് അല്ലാഹ് പറയാ, നരകത്തിന് 19 ആളുകളോ, വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൽ ലദീന കഫറൂ, കാഫിരീങ്ങൾക്ക് അതൊരു പരീക്ഷണമായിട്ടാണ് അല്ലാഹ് 19 എന്ന് പറഞ്ഞതെന്നാണ്. പക്ഷെ വിശ്വാസികൾക്ക് ഈമാനെ കൂടിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ആയത്തിറങ്ങുമ്പോ അബൂജഹൽ പോലും പറഞ്ഞു, 19 ആളിൽ 10 ആളുകളെ ഞാൻ നോക്കിക്കോളാം, ബാക്കി 9 ആളുകളെ നിങ്ങൾ നോക്കൂലേ. അള്ളാന്റെ ഖുർആനിന്റെ ആയത്തിനെ പരിഹസിച്ചതാണ്. നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, ആ ആളുകളുടെ വലിപ്പം 70,000 സിമാമുകളിൽ, ചങ്ങലകളിൽ, സലാസിലുകളിൽ, ഓരോ ചങ്ങലകളിലും 70,000 കണ്ണികളിൽ അള്ളാഹുവിന്റെ 70,000 മലക്കുകൾ അതിനെ വലിച്ചു കൊണ്ടുവരുമെന്ന് പറയുമ്പോ ഹദീസുകളിലൂടെ കാണാം, മലക്കുകളുടെ ചെവിയുടെ താഴെ തട്ട് മുതൽ അവരുടെ ഷോൾഡർ വരെയുള്ള ദൂരമെന്ന് പറയുന്നത് 700 വർഷം ഒരു പക്ഷി സഞ്ചരിക്കാനെടുക്കുന്ന ദൂരമാണ്. ഇതാണ് ഒരു മലക്കിന്റെ ചെവിയുടെ ഷോൾഡറിന്റെ ദൂരമെങ്കിൽ ആ മലായിക്കത്തുകൾ എങ്ങനെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 19 എന്നല്ല പറഞ്ഞത്. നരകത്തിന്റെ കാവൽക്കാരനായ നേതാവ് മാലിക് എന്ന് പറയുന്ന മലക്കാണ്. ആ മലക്കിന്റെ കീഴിലാണ് 19 മലായിക്കത്തുകൾ വരുന്നത്. ആ 19 മലായിക്കത്തുകൾക്ക് കീഴിലാണ് ചുമതല നൽകപ്പെട്ട മലായിക്കത്തുകൾ വരുന്നത്. അതിന്റെ ഒരു മലക്കിന്റെ വലിപ്പത്തിന്റെ ഗാംഭീര്യങ്ങളെ പോലും താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം, അള്ളാന്റെ പ്രവാചകന് കാണിക്കപ്പെടുന്ന സ്വപ്നമാണ് അള്ളാഹു നരകത്തിനെ അതിന്റെ അടിത്തട്ടിലൂടെ ആളി കത്തിച്ചുകൊണ്ടിരിക്കുന്നു.
ആ കത്തിക്കാൻ നേതൃത്വം കൊടുക്കുന്ന മലക്കിന്റെ പേര് മാലിക് എന്ന് പറയുന്ന മലക്കാണ്. ആ മലക്കിന്റെ കൂടെ സഹായികളായി സബാനിയത്തുണ്ട്. നരകത്തിന്റെ കാവൽക്കാരായ മലായിക്കത്തുകൾക്ക് വിളിക്കുന്ന പേരാണ് സബാനിയ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാന്റെ ഹറമിലെങ്ങാനും സുജൂദിൽ വീണാൽ തല മണ്ണിലൂടെ വെച്ചാൽ ആ മുഹമ്മദിന്റെ തലക്ക് ഞാൻ ചവിട്ടുമെന്ന് പറഞ്ഞ് അബൂജഹലിനോട്, എന്റെ ആൾക്കാരെ വിളിച്ചു കൂട്ടുമെന്ന് പറഞ്ഞ് അബൂജഹലിനോട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്കുണ്ട്, അവന്റെ ആളുകൾ അവൻ വിളിക്കട്ടെ, എന്റെ സബാനിയത്തിനെ ഞാൻ ഇറക്കിക്കൊള്ളാം. ആരാ സബാനിയ? നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളാണ് സബാനിയ എന്ന് പറയുന്നത്. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം, വല്ലാഹ് ലൗ ദഅാ നാദിയ, അല്ലാഹുവാണ് സത്യം, അവനെങ്ങാനും തന്റെ സബക്കാരെ വിളിച്ചിരുന്നുവെങ്കിൽ ലഅഖദത്ഹു സബാനിയത്തുൽ അദാബ്, അദാബിന്റെ സബാനിയത്തിന്റെ മലക്കുകൾ അവനെ പിടികൂടുമായിരുന്നു എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിലൂടെ കാണാം, അവൻ അടുക്കാൻ പോലും കഴിഞ്ഞില്ല. അന്നവൻ പറഞ്ഞ വാക്കെന്നറിയോ? വലിയൊരു തീക്കുണ്ടാരം എനിക്ക് കാണിക്കപ്പെട്ടു, അവിടെ ഞാൻ ചില ചിറകുകളെ കണ്ടു എന്നാണ്. ചില ചിറകുകളെ കണ്ടു, അതുകൊണ്ട് മുഹമ്മദിന്റെ അടുക്കലേക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. ലൗദനാ മിന്നി, അവനെങ്ങാനും എന്നോട് അടുത്തിരുന്നുവെങ്കിൽ ആ സബാനിയത്തിന്റെ മലക്കുകൾ അവനെ തുണ്ടം തുണ്ടമായി മാറ്റിക്കളയുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാലിക് എന്ന് പറയുന്ന മലക്ക് ആരാണ്? ഹാസിനുന്നാർ, ആ നരകത്തിന്റെ പാറാപകാരനായ ഏറ്റവും ശക്തനായ അവരുടെ നേതാവാണ്. ആ നരകത്തിലാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അടിച്ചു വീഴ്ചപ്പെടുന്ന നരകത്തിലേക്ക്, കല്ലെറിഞ്ഞ് വീഴ്ചപ്പെടുന്ന നരകത്തിലേക്ക് ഒന്ന് മടങ്ങാനുള്ള ശ്രമങ്ങളെ മനുഷ്യൻ നടത്തി നോക്കും. അത്ര ഗാംഭീര്യമാണ്. അടുത്ത വിഷയം, പ്രിയമുള്ളവരെ, ആ നരകത്തിലൂടെ കൊടുക്കപ്പെടുന്ന ഭക്ഷണമാണ്. അള്ളാന്റെ ഖുർആൻ പറയാണ്, സഖൂം, നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നുണ്ടായി വരുന്ന വടവൃക്ഷത്തിന്റെ ഫലങ്ങളാണ്. അതിന്റെ കുലകൾ ശൈത്താനിന്റെ തലകളെ പോലെയാണ്. ഇന്നാ ജഅൽനാഹാ ഫിത്നതൽ ലിൽസാലിമീൻ, അക്രമികൾക്കുള്ള ഫിത്നയാണ് സഖൂം എന്ന് പറയുന്ന മരമെന്നുള്ളത്. അതിന്റെ വിശേഷണങ്ങളെ പറഞ്ഞിട്ട് അല്ല പറയാണ്, ഫഇന്നഹും ലആകിലൂന മിൻഹാ, ആ സഖൂമിൽ നിന്ന് അവർ ഭക്ഷിക്കുമ്പോ ഫമാലിഊന മിൻഹൽ ബുതൂൻ, അവരുടെ വയറുകളെ അല്ലാഹു തആല സഖൂമുകളെ കൊണ്ടാണ് നിറക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ വേദനയേറിയ, കഴിക്കാൻ പ്രയാസമുള്ള, കഠിനമായ ചൂട് തിങ്ങിയ ശൈത്താനിന്റെ തലകളെ പോലെ അതിന്റെ കായ്ക്കുലകളുള്ള തിളച്ചുമറിയുന്ന ജലങ്ങളും അവിടെ കുടിപ്പിക്കപ്പെടുന്ന സഖൂം എന്ന അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തു സ്സാഫാത്ത് 62 മുതൽ 66 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, ഒന്നുകൂടെ പറഞ്ഞു അല്ലാഹ് സൂറത്തു ദുഖാനിലൂടെ, ഇന്ന ശജറത സഖൂം, സഖൂം എന്ന് പറയുന്ന നരകമുണ്ടെങ്കിൽ ത്വആമുൽ അസീം, പാപികളുടെ ഭക്ഷണമാണ്, കുറ്റവാളികളുടെ ഭക്ഷണമാണ്. കൽമുഹ്ലി യഅലീ ഫിൽ ബുതൂൻ, ഉരുകിയ ലോഹം പോലെ, മുഹില് പോലെ, ഉരുകിയ ലോഹം പോലെ അവരുടെ വയറുകളിലൂടെ തിളച്ചുമറിയുന്നതാണ്. അത് കഴിക്കുമ്പോഴേ അവരുടെ വയറുകളിലൂടെ തിളച്ചുമറിയുന്നതാണ് സഖൂം എന്ന് പറയുന്ന ഭക്ഷണമെന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ്, അള്ളാന്റെ ഖുർആനാണ്. മറ്റൊരു പദം പറഞ്ഞു, ഇസ്ലീൻ, ഇസ്ലീൻ എന്ന് പറയുന്ന ഭക്ഷണമുണ്ട്. വലാ തുആമുൻ ഇല്ലാ മിൻ ഇസ്ലീൻ, ഇസ്ലീൻ എന്ന് പറയുന്ന ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല അവർക്ക്. സൂറത്തു ഹഖ അല്ലാഹ് പറയാണ്, എന്താണ് ഇസ്ലീൻ എന്ന് പറഞ്ഞാൽ? അവരുടെ ശരീരത്തിൽ, ആളുകളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തവും ചലവും കലർന്നുണ്ടാകുന്ന ഭക്ഷണമാണ്. അതിന്റെ ഒരു കോരി മതി, ഒരു കയ്യിൽ ഒരു കോരി ദുനിയാവിലേക്ക് ഒഴിച്ചാൽ ഈ ദുനിയാവ് മൊത്തം ദുർഗന്ധം വമിക്കുന്നതാണ്. ഈ ദുനിയാവ് മുഴുവൻ ദുർഗന്ധം വമിക്കാൻ ആളുകളുടെ രക്തവും ചലവും ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത്, അത് ചേർന്നുണ്ടാകുന്ന ഭക്ഷണമാണ് ഇസ്ലീനെങ്കിൽ അതിന്റെ ഒരു കോരി മതി.
ഈ ദുനിയാവ് മുഴുവൻ ദുർഗന്ധം വമിക്കാൻ എന്നുള്ളതാണ്. മറ്റൊരു വാക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വതആമൻ ദാ ഉസ്സാ വദഅദാബൻ അലീമാ. ദാ ഉസ്സാ എന്ന് പറയുന്ന മുള്ളുകളുള്ള, തൊണ്ടയിലെ മുള്ളു കുരുങ്ങുന്ന പോലെയുള്ള ഭക്ഷണമാണ്. അത് കഴിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ്. അതിനെ ഇങ്ങോട്ടെടുക്കാൻ കഴിയില്ല, ഇറക്കാനും കഴിയാതെ തൊണ്ടയിലൂടെ കുരുങ്ങുന്ന മുള്ളുകളുള്ളതാണ് ഉസ്സ. എന്നാൽ മറ്റൊന്ന് പറഞ്ഞത് വിഷച്ചെടിയാണ്. ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീ. കൈപ്പേറിയതും മുള്ളുകൾ നിറഞ്ഞതുമായ ലരീ എന്ന് പറയുന്ന സസ്യമല്ലാതെ ഭക്ഷണമില്ല. ലൈസ ലഹും തുആമുൻ, അവർക്ക് ആ ഭക്ഷണമില്ല എന്ന് പറഞ്ഞില്ലേ? ലാ യുഅനി മിൻ ജൂ', വിശപ്പിൽ നിന്ന് തടയില്ല, അവരുടെ ശരീരത്തിനൊരു പോഷണമില്ല. അങ്ങനെ കഴിപ്പിക്കപ്പെടുകയാണ്. അതിലൊക്കെ ഉപരി തീ വാരി ഭക്ഷിപ്പിക്കും മനുഷ്യരെ എന്നുള്ളതാണ്. തീക്കനലുകളെ വാരി ഭക്ഷിപ്പിക്കും മനുഷ്യനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഇന്നല്ലദീന യഅകുലുൽ അംവാലൽ യതാമ, അനാഥ മക്കളുടെ സമ്പത്ത് തിന്നവരെ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറ, അവരുടെ വയറുകളിൽ അവരെ തീയല്ലാതെ നിറക്കണില്ല. നാളെ നരകത്തിലും അല്ലാഹു തആല തീറ്റിക്കുന്നത് ആ തീക്കനലുകളാണ്. അനാഥ മക്കളുടെ, യതീം മക്കളുടെ സ്വത്ത് ഭക്ഷിച്ചവരെ, തീക്കനലുകളെ അല്ലാഹു തആല നരകത്തിലൂടെ തീറ്റിക്കുമെന്നാണ്. നരകത്തിലെ ഭക്ഷണങ്ങൾ കഠിനമാണ്. അതുപോലെ തന്നെ നരകത്തിലെ പാനീയങ്ങളെ വിശദീകരിക്കുന്നുണ്ടെന്ന മുഹിലാണ്. ലോഹം ഉരുക്കിയതുപോലെയുള്ള മുഹിലാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലൂടെ കാണാം, വഇയസ്തഈസു യുആസു ബിമാഇൻ കൽമുഹിൽ യശ്വിൽ വുജൂഹ്. വെള്ളത്തിന് വേണ്ടി കരയുമ്പോ, വെള്ളത്തിന് വേണ്ടി കരഞ്ഞപേക്ഷിക്കുമ്പോ, മുഹിൽ എന്ന് പറയുന്ന പാനീയങ്ങളെ കൊടുക്കുമ്പോ അവരുടെ മുഖം അങ്ങനെ ഉരുകിപ്പോവാണ്. ആ വെള്ളമൊന്ന് വായിലേക്ക് ഒഴിക്കാൻ നിന്നിട്ടില്ല. അവരുടെ മുഖം പൂർണ്ണമായി ഉരുകിപ്പോകുന്ന പാനീയമാണ് മുഹിൽ എന്ന് പറയുന്ന പാനീയം എന്നുള്ളതാണ്. ചോദിക്കും മനുഷ്യൻ വെള്ളത്തിന്. നരകത്തിൽ കിടന്ന് കരയും, ഭക്ഷണത്തിന് വേണ്ടി കരയും. സൂറത്തു അഅറാഫിലൂടെ പറഞ്ഞില്ലേ, വനാദാ അസ്ഹാബൻ നാരി അസ്ഹാബൽ ജന്ന. സ്വർഗത്തിന്റെ ആളുകളെ നോക്കി നരകത്തിന്റെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അന്നഫീദു അലൈനാ മിനൽ മാ, ഒരു തുള്ളി വെള്ളമൊന്ന് ചൊരിഞ്ഞു തരോ, ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്കൊന്ന് തരുമോ? അവരിങ്ങനെ കരയുമ്പോ അല്ലാഹ് ഹറാമാക്കിയതാണ്, അല്ലാഹ് ഹറാമാക്കിയതാ. ദുനിയാവിലെ വിനോദമായി കണ്ടില്ലേ നിങ്ങള്? അല്ലാഹ് കൊടുക്കൂല. പക്ഷെ കിട്ടണ വെള്ളമേതാണ്? മുഹിലാണ്, ഉരുകിയ ലോഹമാണ്. മറ്റൊന്ന് ഹമീമാണ്. ലഹും ശറാബും മിൻ ഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളമാണ്. ഹമീം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമുള്ളത് അങ്ങേ അറ്റത്തെ ചൂടാണ്. ഇനി അതിനപ്പുറം ഒരു ചൂടില്ല. അതുപോലെ ചൂടുള്ള വെള്ളമാണെങ്കിൽ തുസ്കാ മിൻ ഐനിൻ നാനിയ, തിളച്ചുമറിയുന്ന ജലസ്രോതസ്സുകളിൽ നിന്ന്, അരുവികളിൽ നിന്ന് കുടിപ്പിക്കപ്പെടുമ്പോ ഇന്നൽ ഹമീമ ലയുസബ്ബു അലാ റൂസിഹിം, അവരുടെ തലക്ക് മുകളിലൂടെ ഒഴിക്കപ്പെടുമ്പോ പ്രിയമുള്ളവരെ കുടലുകൾ വരെ ഉരുകിയിറങ്ങി കാൽപാദങ്ങളിലൂടെ ഉരുകി ഒലിച്ചു പോകുന്നതാണ് ഹമീം എന്ന് അല്ലാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ വെള്ളമുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറയാണ്, ഇല്ലാ ഹമീമൻ വഅസ്സാഖാ, ഹമീമും അസ്സാഖുമാണ്. നരകക്കാരുടെ ചെലവും രക്തവും ശേഖരിക്കുന്നതാണ്. ആ പാനീയം നിങ്ങളെ കുടിപ്പിക്കപ്പെടും. തീനത്തുൽ ഖബാൽ, തീനത്തുൽ ഖബാൽ ആർക്കാണ്? യശ്റബുൽ മുസ്കിർ, ലഹരി ഉപയോഗിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവർക്കാണ് തീനത്തുൽ ഖബാൽ. ആർക്കു അഹ്ലിന്നാർ, നരകത്തിന്റെ ആളുകളുടെ വിയർപ്പാണ്. നരകത്തിലെ ആളുകളെ ഉരുക്കിയെടുക്കുന്ന ജ്യൂസ് എന്നാണ് അസീറ, ഉസാറ. പല അല്ലാഹു തന്ന അനുഗ്രഹമാകുന്ന ഫ്രൂട്ട്സുകളെ
ലഹരിയായി മാറ്റിയവരെ, ഡ്രഗ്സായി മാറ്റിയവരെ, ആരോഗ്യത്തെ നശിപ്പിച്ചവരെ, നിങ്ങൾക്ക് ജ്യൂസ് വേണമോ? നരകത്തിൽ ആളുകളെ ഉരുക്കിയെടുക്കുന്ന ഉസാറത്തുകളാണ്, അതിന്റെ ജ്യൂസുകളാണ് തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന പാനീയങ്ങളെ കുടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അത്ര മാരകമാണ് നരകമെന്നുള്ളത്, സഹിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല വശങ്ങളുണ്ട് നരകത്തിന്, വശങ്ങളുണ്ട്. അള്ളാന്റെ ഖുർആൻ പറയാണ് തീരാനുള്ള വശമാണ്. സൂറത്ത് ഹജ്ജിൽ അല്ലാഹ് പറയാ തീന്റെ വശമാ. അതുപോലെ സൂറത്ത് ഇബ്രാഹിമിലൂടെ ആവർത്തിക്കുന്നുണ്ട്, സറാബീലുഹും മിൻ ഖതിറാൻ, താറ് ഉരുക്കിയതായ വസ്ത്രമാണ്. തീന്റെ വസ്ത്രമുണ്ട്, താറുരുക്കിയ വസ്ത്രമുണ്ട്. അവർക്ക് വിരിപ്പുകളുണ്ട്, അവർക്ക് തൊട്ടിലുകളുണ്ട്, അവർക്ക് പുതപ്പുകളുണ്ട്. ലഹും മിൻ ജഹന്നമ മിഹാദ്, നരകത്തീന്റെ തൊട്ടിലുകളുണ്ട്. അവർക്കുറങ്ങുമ്പോ ആവരണം ചെയ്യാൻ. വമിൻ ഫൗഖിഹിം അവാഷ്, അവരെ മൂടിക്കളയുന്ന അവാഷുകളും ആ നരകത്തിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വജഅൽനാ ലിൽ കാഫിരീന ഹസീറ, നരകത്തിന്റെ തീജ്വാലകൾക്കിടയിലും അള്ളാഹു അവർക്ക് ബന്ധനങ്ങളെ തീർക്കുന്ന ജയിലറകളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നരകമെന്നുള്ളത് താങ്ങാൻ കഴിയില്ല. പാറാവുകാര് കഠിനമാണ്, ശിക്ഷകൾ കഠിനമാണ്, അതിലെ പാനീയങ്ങളും ഭക്ഷണങ്ങളും കഠോരമാണ്. അതുകൊണ്ട് അതിന്റെ പേരുകളിൽ അള്ളാഹു പറഞ്ഞത് മാത്രം ഒരു ഓർമ്മപ്പെടുത്തലെന്ന്, ഇതിനെ 3 വെള്ളിയാഴ്ചകൾ പിന്നിടുമ്പോഴും ഇനി ഇവിടെ നിന്നങ്ങോട്ട് എത്ര വെള്ളിയാഴ്ചകൾ വേണമെന്ന് ഇത് പറഞ്ഞ് ഒപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിനെ അവസാനിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊരിക്കലും വരാതിരിക്കാൻ, അതിലെങ്ങാനും പെട്ടുപോയാൽ മുത്തനബി നേരം വെരുക്കുവോളം കാലിന്റെ മേലെ നീര് വന്ന് റസൂലുള്ളാഹി അന്ന് നിസ്കരിച്ചത്, അന്ന് വിങ്ങി പൊട്ടിക്കരഞ്ഞത്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ അഖ്സൈത, അതിൽ പ്രവേശിപ്പിച്ചാൽ നിന്ദിച്ചല്ലോ റബ്ബേ എന്ന് പറയണ ആയത്തിറങ്ങിയ റസൂലുള്ളാഹ്. പ്രിയമുള്ളവരെ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ല വലാ യുഖഫഫ്, ഒരു ലഘൂകരണം ഇല്ലാട്ടോ നരകത്തിന്. അശജ്ജും വഅബ്ഖാ, അത് കഠിനമാണ്, എന്നെന്നും ബാക്കിയാണ്. അലീമാണ്, വേദനാജനകമാണ് നരകം. മുഹീനാണ്, വളരെ നിന്ദിക്കപ്പെടുന്നതാണ് നരകം എന്നുള്ളത്. അലീമാണ്, വമ്പിച്ച ശിക്ഷകളാണ്. വലിയാണ്, പരിപരുത്ത ശിക്ഷകളാണ്. കബീറാണ്, അങ്ങേയറ്റത്തെ വലിയ ശിക്ഷകളാണ്. ഓറാമ, ഒരിക്കലും വിട്ടൊഴിയാത്ത വിപത്തുകളാണ്. ഹരീഖാണ്, കരിച്ചു കളയുന്ന ശിക്ഷകളാണ്. ഫരീഖുസ് സഈറാണ്, തീജ്വാലകളിലൂടെ എരിക്കപ്പെടുന്ന വിഭാഗങ്ങളായി മാറുന്നവരാണ്. അവരുടെ വയറുകളും ത്വരികളുമെല്ലാം ഉരുക്കപ്പെടുന്ന അവസ്ഥകളാണ്. അതുപോലെ തന്നെ മുഖങ്ങളെ കരിച്ചു കളയുന്നതാണ്. സലാസിലുകളാണ്, ചങ്ങലകളാണ് നരകത്തിനുള്ളത്. തീയിനാൽ ആവരണം ചെയ്യപ്പെട്ട മുഹീത്തുകളാണ്. അതിലെ ഓരോ വിഭാഗത്തിനും ഇരട്ടിരട്ടിയാണ് നരകത്തിന്റെ ശിക്ഷകളെന്നുണ്ടെങ്കിൽ കഠോരങ്ങളല്ലാത്ത, കഠിനമല്ലാത്ത ഒന്നും ആ നരകത്തിലൂടെ കാണപ്പെടാനില്ല. അതുകൊണ്ട് ഇപ്പൊ തീരുമാനിക്കാം, തഖ്വ പള്ളിയിലെ ജുമാക്ക് വന്നിരിക്കുന്നവരെ ഈ സെക്കൻഡ് നമ്മളുടെ കയ്യിലുള്ളൂ. മരണം മുതൽ നമ്മൾ അറിയും നരകാവകാശി നരകത്തിന്റെ യാതന, സ്വർഗാവകാശി സ്വർഗത്തിന്റെ അനുഭൂതികൾ. അതുകൊണ്ട് ഒരു മാറ്റത്തിനൊരു തീരുമാനമെടുക്കാൻ, ആ നരകത്തിനെ പേടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെ സ്വരൂപിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞത് നരകത്തിന്റെ ഭയാനകതയാണ്. അവിടുത്തെ ചില ഗാംഭീര്യങ്ങളാണ്. അവിടെ തേളുകളുണ്ട്, പാമ്പുകളുണ്ട്, കരിമ്പുകകളുണ്ട്, ജയിലറകളുണ്ട്, അഗ്നികുണ്ടാരങ്ങളുണ്ട്.
ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കും, അടിച്ചു വീഴ്ത്തപ്പെടും നരകത്തിൽ. മരണമില്ല. ഓരോ ദിവസവും നരകത്തിനെ ആളി കത്തിച്ചുകൊണ്ടിരിക്കാൻ. അതിലെറിയപ്പെടുന്ന രൂപങ്ങൾ വിരൂപങ്ങളാണ്. കഴിഞ്ഞ പല ഖുത്ബകളിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏതൊരു തെറ്റ് അല്ലാഹു നരകത്തിനുണ്ടെന്ന് പറഞ്ഞു, ആ തെറ്റുകളിൽ നിന്ന് വിട്ടുമാറാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപക്ഷേ ഇപ്പം നമ്മൾ അള്ളാഹു നേരത്തെ അറിയിച്ചു തന്നത് അള്ളാഹിൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഒരു പശ്ചാത്തപിക്കുന്ന മനസ്സോടെയല്ലാതെ നമ്മൾ യാത്ര തിരിക്കരുത് പള്ളിയിൽ നിന്ന്. കാരണം എന്താണെന്നറിയോ, ഓരോ തെറ്റിനും അത്ര ഗൗരവത്തിലാ പഠിപ്പിച്ചേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖുർആൻ അവഗണിച്ചവരെ, ഖുർആൻ സ്വീകരിക്കാത്തവരെ തലക്കേറ് കൊള്ളപ്പെടുന്ന ശിക്ഷകളുണ്ട് എന്ന്. അള്ളാഹുവിന്റെ ഖുർആനാണ്, അള്ളാഹിന്റെ പ്രവാചകനാണ് റിയാദുസ് സാലിഹീനിലൂടെ പഠിപ്പിക്കുകയാണ്. ഫർള് നമസ്കാരങ്ങളുടെ സമയത്ത് കിടന്നുറങ്ങുന്നവരെ, നിസ്കരിക്കാൻ വരാത്തവരെ, അവരുടെയും തലക്ക് നാളെ ഏറുകൊള്ളുമെന്നാണ്. അള്ളാഹു ആദ്യം ചോദിക്കുന്ന നിസ്കാരമാണ്. നരകത്തിലാണ് അവരുടെ പര്യാവസാനം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിലൂടെ അവിടുന്ന് വ്യഭിചാരങ്ങളിലേക്ക്, തിന്മകളിലേക്ക് പോകുന്നവരെ മുഅ്മിനായ അവസ്ഥയിൽ വ്യഭിചരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോ, മുകൾ ഭാഗം കുടുസായ നരകങ്ങളില്, താഴ്ഭാഗം വിശാലമായി കളകളാന്ന് തളച്ചുമറിയുന്ന നരകത്തില് തളച്ച മുകളിലേക്ക് എത്തുമ്പോ താഴേക്ക് വീഴുന്നവര് നഗ്നരായ സ്ത്രീകളാണ്, പുരുഷന്മാരാണ്. പ്രിയമുള്ളവരെ, വ്യഭിചരിച്ചു പോയ ആളുകളാണ്, സ്ത്രീകളാണ്, പുരുഷന്മാരാണ്. അള്ളാഹിന്റെ പ്രവാചകൻ പറയുമ്പോ, ജീവിതത്തിൽ കളവ് പറയുന്നവരെ നഖങ്ങളെ കൊണ്ട് കണ്ണും മൂക്കും വായും ഇങ്ങനെ പിരിടി വരെ മാറി മാറി വലിച്ചു കീറി ശിക്ഷിക്കപ്പെടുന്ന ശിക്ഷകളാണ് നരകത്തിലുള്ളത് എന്ന് പറയുമ്പോ, ചെമ്പിനാലുള്ള നഖങ്ങളെ കൊണ്ട് ശരീരങ്ങളെ മാന്തി പൊളിക്കുന്നവരാണ് പരദൂഷണം പറഞ്ഞ ആളുകളെന്ന് പറയപ്പെടുമ്പോ, പ്രിയമുള്ളവരെ, അനാഥരുടെ സ്വത്ത് ഭക്ഷിച്ചവരോട് തീക്കനലുകളാണ് വയറുകളിലൂടെ നിറച്ച തീ എന്നുള്ളതാണ്. എത്ര വരെ എന്നറിയുമോ നിങ്ങൾക്ക്? എത്ര വരെ അറിയുമോ നിങ്ങൾക്ക്? ഈ പള്ളിയുടെ ഉദ്ഘാടനം 2018 ജനുവരിയിൽ നടന്ന കാലഘട്ടത്തിന്റെ ശേഷം മുതൽ ഇന്നിതാ ഈ സമയം വരെ നിങ്ങളോട് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ വാക്കുകളില്ലയോ, എന്റെ സംസാരങ്ങളില്ലയോ? അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ, പ്രവാചകന്റെ അധ്യാപനങ്ങളെ ഈ മിമ്പറിൽ വെച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇട്ടുതരുന്ന സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിലാണ് എന്റെ മനസ്സിലൊന്ന് ചിന്ത വരുന്നത്, അല്ലാഹുവേ, ഈ ഇരിക്കുന്ന ആളുകൾ അറിയേണ്ടത് എനിക്ക് ഖുർആൻ അറിയാമെന്നാണ്, ഹദീസ് അറിയാമെന്നാണ് എന്റെ മനസ്സിലൂടെ ചിന്ത വരുന്നതെങ്കിൽ അതുപോലും എനിക്ക് തിന്മയാണ്. ഈ ഖുത്ബ ശ്രവിക്കുന്ന നിങ്ങളുടെ സാക്ഷിയാണ്, നിങ്ങളുടെ സാക്ഷിയാണ്. എന്റെ ഇരുകാലുകൾ വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് എറിയുന്നതിന് നിങ്ങളായിരിക്കും സാക്ഷി എന്ന് അള്ളാന്റെ ദീന് പറയുമ്പോ അത്രമേൽ സൂക്ഷ്മത വേണേ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അള്ളാന്റെ നരകത്തിനെ പേടിക്കാൻ, പരലോകത്തിന് ഭയപ്പെടാൻ, ആ നരകത്തിൽ രക്ഷപ്പെടാൻ അല്ലാഹുവേ ഒരു കാരണങ്ങൾ ഉണ്ടാവല്ലേ എന്ന ചിന്താഗതിയോടെ പ്രവർത്തിക്കാനുള്ള അധ്വാനമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിൽ ഉണ്ടാകേണ്ടത്, നമ്മളിലൂടെ കടന്നു വരേണ്ടത്. വലിച്ചു കൊണ്ടുവരുന്നത് ചങ്ങലകളാൽ കൂട്ടം കൂട്ടമായി ബന്ധിച്ച് മുഖം കുത്തി വലിച്ച നരകത്തിന്റെ കമാനത്തിൽ കൊണ്ടുവരുമ്പോ, പ്രിയമുള്ളവരെ, റൂഹ് പിടിക്കാനായി മലക്കുൽ മൗത്ത് വരുന്ന നിമിഷം മുതൽ നരകത്തിനെ ഉറപ്പിക്കുമ്പോ കരയാൻ തുടങ്ങും. ഒന്ന് മടക്കി തരോ, ഒന്ന് മടക്കി തരോ, നന്നായിക്കോളാ അല്ലാഹ്. ആ വിലാപമുണ്ടാവാതിരിക്കാനാണ്, ആ വിലാപമുണ്ടാവാതിരിക്കാനാണ് ഖബറിന്റെ യാത്രകളിലും മഹ്ശറിന്റെ യാത്രകളിലും അങ്ങ് വിദൂരതകളിൽ നിന്ന് നരകത്തിനെ കാണുമ്പോ കരഞ്ഞു പറയും അല്ലാഹ്. പക്ഷെ അല്ലാഹ് പറയും, നീ അനുഭവിക്കട, ദുനിയാവിൽ എന്നെ മറന്നതല്ലേ. ചങ്ങലകളാൽ വലിച്ച് അടച്ചുമൂടപ്പെട്ട നരകത്തിന്റെ കമാനങ്ങള് തുറന്നതിന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോ അടുത്ത നിമിഷം നരകമാണെന്ന് ബോധ്യപ്പെടുമ്പോ ദാ ഈ 42 മുഴമായി ശരീരത്തിന്റെ തൊലികളെ ഉരുക്കി ഇനി ഒരിക്കലും രക്ഷയില്ലാത്ത ചൂട് കൂടുന്ന, ശിക്ഷ കൂടുന്ന ഈ പറഞ്ഞ ഭയാനകതകളെല്ലാം വിശദീകരിച്ച് ഈ നരകത്തിലാണ് എന്റെ അടുത്ത സെക്കൻഡ് എന്ന് തിരിച്ചറിയപ്പെടുന്ന മൂമെന്റിലും അല്ലാഹ് ഒരല്പസമയം തരോ അല്ലാഹ്,
മാസങ്ങളും കൊല്ലങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും യാചിക്കാനില്ല. ഒരല്പസമയമൊന്ന് തരുമോന്ന് ചോദിക്കുമ്പോ അല്ല തരൂല്ലാട്ടോ. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അല്ല തരില്ല. അതിനാ ഈ സമയം അതിന്റെ കൂടെ ചേർത്ത് പഠിക്കാൻ വറഹ്മതി, എന്റെ കാരുണ്യമാണ് ഗലബതു അളബി, എന്റെ കോപത്തിന് അതിജയിച്ചത് എന്റെ കാരുണ്യം. അതുകൊണ്ടാണ് അല്ല നേരത്തെ പറഞ്ഞു തരണേ, അതുകൊണ്ടാണ് അല്ല നേരത്തെ അറിയിച്ചു തന്നത്. എവിടെന്നും കേൾക്കാൻ തൗഫീക്കില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതല്ല എന്റെ കാരുണ്യം. ഇനിയും മടങ്ങാനാണ് തീരുമാനമെങ്കിൽ അള്ളാഹു വെറുതെ വിടില്ല കേട്ടോ. അതുകൊണ്ട് ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങൾ ആരെയും നീ മാറ്റല്ലേ അള്ളാഹ്. സ്വർഗം നിന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. കുടുംബത്തോടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ തൗഫീക്ക് തരണേ അള്ളാഹ്. കുടുംബം ചിന്ന ഭിന്നമാക്കപ്പെട്ട് നരകത്തിലേക്ക് കുടുംബത്തിന്റെ പാതിയാളെ വലിച്ചെറിയപ്പെടുന്ന രംഗം കാണുന്ന പരാജിതരായി ഞങ്ങളെ നീ മാറ്റല്ലേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.